ശ്രീരാമനവമിയോടനുബന്ധിച്ച് അയോധ്യ നഗരത്തിൽ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകളിൽ പങ്കെടുക്കാൻ ഭക്തസഹസ്രങ്ങളാണ് എത്തിയത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആഘോഷിക്കുന്ന ആദ്യ ശ്രീരാമ നവമി അവിസ്മരണീയമാക്കുകയാണ് അയോധ്യ നിവാസികൾ. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ആഘോഷിക്കുകയാണ് ആദ്യ ശ്രീരാമ നവമി. എത്രത്തോളം ഭക്തജനങ്ങളാണ് ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്? ആഘോഷ പരിപാടികളും ഈ തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുരേഷ്, ലോകമെമ്പാടുമുള്ള ഭക്തർ ശ്രീരാമനവമി ആഘോഷിക്കുന്നു. ഒപ്പം തന്നെ അയോധ്യയിൽ വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യ ശ്രീരാമനവമി അത് വലിയ ആഘോഷമാക്കുകയാണ് അയോധ്യ നിവാസികൾ. ഒരു പക്ഷേ വിവരണാതീതമാണ് അവിടുത്തെ കാഴ്ചകളും അതേപോലെ തന്നെ ആഘോഷങ്ങളും ഒക്കെ തന്നെ. കഴിഞ്ഞ 9 ദിവസമായി അവിടെ ആഘോഷങ്ങൾ നടക്കുന്നു. ഇന്ന് ശ്രീരാമ നവമിയോടുകൂടി അതിന് പരിസമാപ്തി ഉണ്ടാകുന്നു. രാവിലെ മുതൽ തന്നെ ക്ഷേത്ര ദർശനത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ലക്ഷോപലക്ഷം ഭക്തരാണ് അയോധ്യയിൽ സരയൂ തീരത്തെ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രത്തിലെത്തി ബാലകരാമൻ്റെ അനുഗ്രഹം തേടിയെത്തിയത്. ഇന്ന് ശ്രീരാമ നവമിയോടനുബന്ധിച്ച് രാവിലെ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് ഈ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ VIP ദർശനം അത് ഇല്ല എന്നുള്ള അറിയിപ്പുകൾ നേരത്തെ തന്നെ ക്ഷേത്രം ട്രസ്റ്റ് നൽകിയിരുന്നു. എത്തിയ മുഴുവൻ ഭക്തർക്കും പ്രസാദ വിതരണം നൽകിയാണ് ക്ഷേത്രം ട്രസ്റ്റ് മടക്കി അയക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ഉള്ള ട്രസ്റ്റുകളും അതേപോലെ തന്നെ മറ്റ് ശ്രീരാമ ഭക്തരുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അന്നദാനവും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് നടത്തുന്നു. ഒപ്പം തന്നെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. രാവിലെ 11 മണിക്ക് ശേഷമുള്ള മുഹൂർത്തത്തിൽ ആണ് ഈ പൂജകൾ ആരംഭിച്ചത്. അതിനുശേഷം 12:16 ഉള്ള അതിനുശേഷമുള്ള ഒരു 5 മിനിറ്റ് സമയം സൂര്യരശ്മി കൃത്യമായി ഭഗവാന്റെ ബാലകരാമൻ്റെ നെറ്റിയിൽ പതിക്കുന്ന രീതിയിലായിരുന്നു ക്രമീകരണങ്ങൾ. അത് അവിടുത്തെ ഈ ക്ഷേത്രം നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ സവിശേഷതയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതാണ്. ഈ ശ്രീരാമനവമി ദിവസം മാത്രം സൂര്യരശ്മികൾ നേരിട്ട് ബാലകരാമൻ്റെ നെറ്റിയിൽ പതിക്കുന്നു. അങ്ങനെ ആ ഒരു 5 മിനിറ്റ് നേരം അവിടെ ഭഗവാനെ ദർശിക്കുവാൻ വേണ്ടി ലക്ഷോപലക്ഷം ജനങ്ങൾ കാത്തുനിന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒപ്പം തന്നെ സിനിമാ മേഖലയിലെ പ്രമുഖർ, മറ്റ് സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ ഇന്ന് ഈ ശ്രീരാമനവമി ദിവസം ഇന്ന് അയോധ്യയിലെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം വിമാനത്തിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐപാഡിലൂടെ ഈ ദൃശ്യങ്ങൾ, ഈ സൂര്യരശ്മി പതിയുന്ന ദൃശ്യങ്ങളടക്കം കാണുന്ന കാഴ്ച ലോകമെമ്പാടും ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. അങ്ങനെ വലിയ ആഘോഷമാണ് ഇന്ന്. ഈ ആഘോഷങ്ങളുടെയൊക്കെ തന്നെ പരിസമാപ്തിയാണ്. വൈകിട്ട് വലിയ ദീപാരാധനയും അതേപോലെ തന്നെ വലിയ ദീപാലങ്കാരങ്ങളും ഒക്കെ കൊണ്ട് വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. അയോധ്യ ഭക്തസഹസ്രങ്ങളാണ് ഒഴുകിയെത്തുന്നതും. നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.